ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷയൽ. നമ്മൾ വാട്സപ്പിൽ നിരവധി ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? പുതിയ പുതിയ ഓപ്ഷൻസ് ഒക്കെ ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ചില ഓപ്ഷൻസുകളൊന്നും നമുക്ക് തീരെ അറിയാത്ത ഓപ്ഷനുകളുണ്ട്. ചെറിയ കുട്ടികൾക്ക് പോലും ചിലപ്പോൾ ഓപ്ഷൻസ് ഒക്കെ അറിയാൻ മതി, പക്ഷേ നമുക്ക് ആ ഓപ്ഷൻ അറിയില്ല. അത് തെറ്റൊന്നല്ല. അതുകൊണ്ടാണ് യൂട്യൂബേഴ്സ് പോലുള്ള ഞങ്ങളെല്ലാവരും ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ പരിചയപ്പെടുത്തി തരുന്നത്. ഇത് ഇന്നലെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചൊരു ചോദ്യമാണ്. അതിനെക്കുറിച്ചുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഓപ്ഷനാണ് ഞാനിപ്പോൾ പറയുന്നത്. അതായത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പ്രൊഫൈലൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അല്ലേ? അപ്പോൾ നമ്മൾ അതിലൊരു എൻ്റെ തന്നെ ഒരു നമ്പർ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് കാണിച്ചു തരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം കുറേ മെസ്സേജുകൾ നമ്മൾ അയച്ചിട്ടുണ്ട് ഈ നമ്പറിലേക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പറാണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഞാൻ ഹായ് എന്ന് കുറേ അയച്ചിട്ടുണ്ട്. അതിനകത്ത് ബ്ലൂ ടിക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് അവരിതെല്ലാം വായിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്. പക്ഷേ എത്ര മണിക്കാണ് അവർ വായിച്ചതെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാവില്ല. അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഒരു മെസ്സേജ് അയച്ചു, ഹായ് ദേർ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മെസ്സേജ് എത്ര മണിക്കാണ് അവർ റീഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നോക്കുക അവരത് വായിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ള ഫ്രണ്ട്സിനായിട്ടൊക്കെ നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ബാക്കി മെസ്സേജുകളൊക്കെ നമുക്ക് നോക്കാൻ കുറച്ച് ടൈം പിടിക്കും അല്ലേ? അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്നുകൂടി നമ്മൾ ആ പ്രൊഫൈൽ തന്നെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ നോക്കുകയാണ്. അപ്പം ആ മെസ്സേജ് ലാസ്റ്റ് അയച്ച മെസ്സേജിൻ്റെ മേലെ അത് ലോങ് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മുകളിൽ കാണുന്ന ആ 3 ഡോട്ട്സ് കാണുന്നില്ലേ? ആ 3 ഡോട്ട്സ് അത് മോർ ഓപ്ഷൻസ് ആണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ, ഇൻഫോ, കോപ്പി, എഡിറ്റ്, അങ്ങനെ ലാസ്റ്റിൽ പിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിന് നമുക്ക് വേണ്ടത് ഇൻഫോ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനാണ്. ആ ഇൻഫോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലാസ്റ്റിൽ ഡെലിവേർഡിൽ ജസ്റ്റ് നൗ ഇപ്പോൾ ഡെലിവർ ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. അതിന് തൊട്ട മുകളിൽ റീഡ്, അവരത് റീഡ് ചെയ്തിട്ടില്ല എന്നുള്ളത്. റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ടൈം കാണിക്കും. ഇവിടെ ടൈം കാണിക്കുന്നില്ല. ഞാൻ വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് മുഴുവനായിട്ട് കാണിച്ചു തരാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമ്മളൊന്ന് ബാക്ക് ചെയ്യാം. ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ച മറ്റേ ഫോണുണ്ടല്ലോ, ആ ഫോൺ ഞാനൊന്ന് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ അയച്ച മെസ്സേജ് ഞാൻ ഇവിടെ നിന്ന് റീഡ് ചെയ്യാണ്. കണ്ടോ, ഇവിടെ ഞാൻ റീഡ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ഫോണിലേക്ക് തന്നെ പോയി നോക്കാം റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇൻഫോയിൽ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി നമ്മുടെ ഫോൺ ഓപ്പൺ ചെയ്തു. ഇവിടെ ആ പ്രൊഫൈലിൻ്റെ മേലെ നിന്ന് ക്ലിക്ക് ചെയ്തു. നമ്മുടെ മെസ്സേജിൻ്റെ മേലെ നിന്ന് ലോങ് പ്രസ് ചെയ്തു. ഇനി മുകളിൽ ആ 3 ഡോട്ട്സിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഇൻഫോ എന്ന് എടുത്ത് നോക്കിയാൽ നമുക്കിവിടെ കാണാം ഡെലിവേർഡ് 4 മിനിറ്റ് മുന്നെയാണ്, ജസ്റ്റ് നൗ. നമ്മളിപ്പോൾ അത് നമ്മൾ അയച്ച ആ വ്യക്തി റീഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നൗ, ഇപ്പോഴാണെന്നുള്ളത്. പക്ഷേ നമുക്കത് ടൈം കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ ഒന്നുകൂടി ബാക്ക് ചെയ്തു. നമ്മൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഇത് നമ്മുടെ പ്രൊഫൈലൊന്ന് ഓപ്പൺ ചെയ്യുക, അവരുടെ പ്രൊഫൈൽ. ദെൻ ഇവിടെ നിന്ന് ലോങ് പ്രസ് ചെയ്യുക, ഇൻഫോ എടുത്ത് നോക്കുക. അപ്പോൾ കാണില്ലേ 2 മിനിറ്റ് മുന്നേ എന്ന് കാണിക്കുന്നുണ്ട്. ഡെലിവേർഡ് 6 മിനിറ്റ് മുൻപേയും അവർ വായിച്ചത് 2 മിനിറ്റ് മുൻപുമാണ്. ഇത് എല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുന്നത് വളരെ നല്ലതാണ്.